ഇന്നത്തെ വിഭവം വെള്ളരിക്കയും മത്തനും കൂടി ഒരു മോര് കറി, പിന്നെ ചക്ക കൂട്ടാൻ. ഇത് വേവിച്ച് വെച്ചത് കൂട്ടാനാക്കണേ. അപ്പോൾ ചട്ടിയിലാണ് മോര് കറി ഉണ്ടാക്കണേ. അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇത് മാത്രം ഒരു സ്പെഷ്യലായിട്ടല്ല, ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇന്നത്തെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വയ്ക്കാം. വെള്ളരിക്കയും മത്തനും കൂടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലൊന്നല്ല, മൺചട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾപ്പൊടി നല്ല കളറ് വേണ്ടേ. കുറച്ച് മുളക് പൊടി, കാരണം ഒരു പച്ചമുളക് ഇതിലേക്ക് അരയ്ക്കും. കുറച്ച് മുളക് പൊടി വെന്ത് വരട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചറിയോ. ഇത് വെന്ത് വരുമ്പോൾ ഇതൊന്ന് വറ്റി വരണം. ഇതിലേക്ക് ഞാൻ തൈരല്ല ഒഴിച്ചു കൊടുക്കണം, മോരാണ്. മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നെയ്യ് എടുത്ത മോരാട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത്. ഇത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ മിക്സിയിൽ അടിച്ചിട്ട് ആ നെയ്യ് മാറ്റട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി അരയ്ക്കേണ്ടേ. ആ തേങ്ങ അരച്ച് റെഡിയാക്കി വെക്കട്ടെ. മോരും കലക്കി വെക്കട്ടെ കേട്ടോ. അപ്പം തേങ്ങയിലേക്ക് അരയ്ക്കാൻ പച്ചമുളകും ജീരകവും മാത്രമേ കൂട്ടണുള്ളൂ, വേറൊരു കൂട്ടില്ല കേട്ടോ. അപ്പം ഇത് നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരന്നെ കേട്ടോ ഒഴിക്കണേ, കലക്കി വെച്ച മോരാട്ടത്. മോര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതുകൊണ്ട് ചിലപ്പോൾ നല്ല പുളിയാവും. ഈ നെയ്യ് എടുത്തിട്ട് ആരെങ്കിലും മോര് കറി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അടിപൊളി ടേസ്റ്റാട്ടോ. ഈ തിളച്ചിട്ട് ഈ മോരൊന്ന് വേവണം. സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി പാകാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഇതിലേക്ക് തേങ്ങ വാങ്ങാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൊണ്ടാണ് തള നിന്നത് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, ഇതേപോലത്തെ മോര് കറി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാം. മതിയാവുന്നല്ല നമുക്ക്. ഒറ്റ നേരം കുറച്ച് ആ നെയ്യോട് കൂടിയിട്ടുള്ള മോര് കറി കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് മടുക്കും. കരിവേപ്പിൻ്റെ എല്ലാം വെറുതെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളി. കുറവാണേ. ഫോൺ ഇപ്പം തന്നെ കൊഴിഞ്ഞടിയത് മക്കളെ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ
അപ്പോൾ ഞാൻ തീ ഓഫാക്കില്ല. നമുക്കത് വറവിടണം. വാങ്ങിയേക്കട്ടെ. നമുക്ക് വറവിടാണോ? വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകിന് പകരം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നിറം തന്നെ മാറിയില്ലേ? ഇപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്ത കളറ് ചുവന്ന കളറായി മാറി. ലൈറ്റിൽ കാണുന്നില്ല അല്ലേ? മോരുകറി ഇങ്ങനെ ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.